സ്ഥാനാർത്ഥി കയറുകയാണ്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആവേശവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയില്ലെങ്കിലും പ്രചാരണം ചൂടുപിടിക്കുന്നതിന് മുൻപേ കളത്തിൽ സാന്നിധ്യം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ LDF, BJP സാരഥികളാണ് ഒരു മുഴം മുന്നിൽ. സ്ഥാനാർത്ഥികളെക്കുറിച്ച് ധാരണയായെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തതിനാൽ UDF ഇനിയും പ്രത്യക്ഷ പ്രചാരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിട്ടില്ല. പ്രചാരണം കൊഴുപ്പിക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാൻ കാത്തു നിൽക്കുകയാണ് പാർട്ടികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമഗ്ര ചിത്രവുമായി മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നു. വെൽക്കം ടു ദി ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കും. സുധാകരൻ ഹൈക്കമാൻഡിനെ നിലപാട് അറിയിച്ചു. കണ്ണൂരിലെ നേതാക്കളുടെ സമ്മർദ്ദവും ജയന്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയസാധ്യത കുറയുമെന്നതും പരിഗണിച്ചാണ് തീരുമാനം. K. സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ച് പോസ്റ്ററുകൾ പതിച്ചു. അഴീക്കോട്, കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് ഇന്നലെ രാത്രിയോടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ നോബൽ മാരിക്കാരനും ഒപ്പം അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നോബൽ മാരിക്കാരനിലേക്ക്. നോബൽ, നേരത്തെ മത്സരിക്കാനില്ലെന്ന് സുധാകരൻ പറഞ്ഞിരുന്നു. ജയന്തിന്റെ പേര് നിർദ്ദേശിച്ചതും സുധാകരൻ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കണ്ണൂരിലെ ചിത്രം ഏകദേശം തെളിയുന്നു. സുധാകരൻ തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് വ്യക്തമാകുന്നു. സുധി, കണ്ണൂരിൽ K. സുധാകരൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. അദ്ദേഹം ഹൈക്കമാൻഡിന് താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഇന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ അദ്ദേഹം K. ജയന്തിന്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വെച്ചിരുന്നെങ്കിൽ പോലും എതിർപ്പ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ K. സുധാകരൻ മത്സരിക്കണം എന്ന ആവശ്യം സംസ്ഥാനത്തെയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെയും കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുധാകരൻ മത്സരിക്കാൻ ഇപ്പോൾ സന്നദ്ധ എന്താണെങ്കിലും അറിയിച്ചിരിക്കുന്നത്. സുധാകരൻ എത്തുന്നതോടെ തന്നെ കേരളത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയിപ്പോൾ ആലപ്പുഴയിലും അതോടൊപ്പം വയനാട്ടിലും മാത്രമാണ് ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണ്. പക്ഷേ അദ്ദേഹം മത്സരിക്കുമ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പദവികൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന വലിയ പ്രതിസന്ധിയായിരിക്കും. മത്സരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ആലപ്പുഴയിൽ നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളെ ആയിരിക്കും, പ്രത്യേകിച്ച് സാമുദായിക സമവാക്യം ഉൾപ്പെടെ കോൺഗ്രസിന് പാലിക്കേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ മറ്റൊരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ എത്തും എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അതേസമയം K. സുധാകരന്റെ സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KPC അധ്യക്ഷ പദം നിലനിർത്തിക്കൊണ്ട് മത്സരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ ഒരു അന്തിമ കാര്യം നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കും. ഒരുപക്ഷെ KPC അധ്യക്ഷ പദത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ K. സുധാകരൻ എത്തുമ്പോൾ ഒരു താൽക്കാലിക അധ്യക്ഷൻ എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്ന് അറിയുന്നു. നാളെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന്റെ യോഗം ചേരുക. നാളെ വൈകിട്ട് യോഗം നടക്കും. ഇന്നിപ്പോൾ K. സുധാകരൻ ദില്ലിയിൽ ഉണ്ട്. VD സതീശൻ രാത്രിയോടെ ദില്ലിയിലേക്ക് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം നാളെ KC വേണുഗോപാലുമായി ഒരു പ്രാഥമിക ചർച്ചയുണ്ടാകും. അതിനുശേഷമായിരിക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലേക്ക് നേതാക്കൾ പോവുക. ഏതായാലും കണ്ണൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനോടകം തന്നെ കണ്ണൂരിൽ ചിത്രങ്ങൾ, പ്രത്യേകിച്ച് പോസ്റ്റർ ഉൾപ്പെടെ പതിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സാഹചര്യം കൂടി നോക്കുമ്പോൾ പൂർണ്ണമായും K. സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരിക്കും എന്നതും ഏറെക്കുറെ ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. ഇനിയിപ്പോൾ പ്രധാനമായും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനത്തിലേക്ക് മാത്രമാണ് എത്താനുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ ഒട്ടുമിക്ക സിറ്റിംഗ് എംപിമാരും മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മറ്റ് പ്രതിസന്ധികൾ ഇല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. നാളെ വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ കേരളം, കർണാടക ഉൾപ്പെടെയുള്ള ഈ സൗത്ത് ക്ലസ്റ്ററുമായി ബന്ധപ്പെട്ട യോഗമായിരിക്കും നടക്കുക എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ആദ്യ പട്ടികയിൽ തന്നെ ഈ പറഞ്ഞ കേരളത്തിന് ഉൾപ്പെടെ പട്ടിക ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. നിലവിൽ K. സുധാകരൻ അദ്ദേഹത്തിന്റെ തീരുമാനം ഹൈക്കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് ഇനി കണ്ണൂരിലേക്കൊന്ന് പോകാം. അർജുൻ കല്യാടുണ്ട്. അർജുൻ, പ്രഖ്യാപനം വന്നില്ലെങ്കിലും സുധാകരൻ തന്നെയാണ് എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതിനു മുൻപേ തന്നെ ഈ പോസ്റ്ററുകൾ പതിയുമ്പോൾ അത് സുധാകരൻ മതി എന്ന ഒരു വികാരമാണ് എന്ന് മനസ്സിലാക്കുന്നതല്ലേ? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ആരാണെന്ന് ആശങ്ക നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് K. സുധാകരന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കണ്ണൂർ അഴീക്കോട് തീപ്പെട്ടി കമ്പനിക്ക് സമീപവും അതുപോലെ തന്നെ കണ്ണൂർ സിറ്റിയിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ ഈ മേഖലയിൽ പതിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ LDF സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയും പ്രചരണത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമെല്ലാം നടത്തിയവർ പ്രചരണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ പോലും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളൊരു ആശയക്കുഴപ്പം പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ K. സുധാകരനെ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ വിവിധയിടങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കൺവീനർ UDF ഇലക്ഷൻ കമ്മിറ്റി കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം എന്നുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഒരുപക്ഷെ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അച്ചടിച്ചിട്ടുള്ള അത് ബാക്കിയായിട്ടുള്ള പോസ്റ്ററുകളാണ് ഇത്തരത്തിൽ പതിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇലക്ഷൻ കമ്മിറ്റി, പാർലമെൻറ്റ് മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ UDF കൺവീനറുടെ പേരിലുള്ള ഒരു പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു പോസ്റ്ററുകൾ പ്രവർത്തകർക്കിടയിലുള്ള ഒരു വികാരം കൂടിയാണ്, അല്ലെങ്കിൽ
സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നില്ലെങ്കിൽ കൂടി സുധാകരൻ്റെ പേര് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നില്ല എങ്കിൽ കൂടി പ്രവർത്തകർക്കിടയിലുള്ള ഒരു വികാരം കൂടിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDFൻ്റെ ഉണ്ടാവുമെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ കൂടി കെ സുധാകരനല്ല മത്സരിക്കുക. പകരം കെ സുധാകരൻ കെ ജയന്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നു. സാമുദായിക സമവാക്യങ്ങളെല്ലാം പരിഗണിക്കുകയാണെങ്കിൽ VP അബ്ദുൾ റഷീദിൻ്റെ പേരും അതുപോലെ തന്നെ TO മോഹനൻ്റെ പേരുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ കൂടി കണ്ണൂരിലെ പ്രധാനപ്പെട്ട ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ സാധാരണപ്പെട്ട പ്രവർത്തകരും കെ സുധാകരൻ്റെ പേര് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനോ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിനോ ഒന്നും തന്നെ കാത്തു നിൽക്കാതെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു തരത്തിൽ തെരഞ്ഞെടുപ്പിൽ UDFന് നൽകുന്ന സന്ദേശം കൂടിയാണ്. അത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഒരുപക്ഷെ ഈ വികാരം മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ രീതിയിലുള്ള ഒരു സംഘടനാ പ്രശ്നം. കെ സുധാകരൻ നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അതൊരു തരത്തിൽ മറ്റൊരു തരത്തിലുള്ള ഒരു ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള നോബൽ മാരിക്കാരനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കാൻ BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് യോഗം ചേർന്നേക്കും. പൊട്ടിത്തെറികൾ ഒഴിവാക്കാൻ കടുത്ത ജാഗ്രതയിലാണ് ദേശീയ നേതൃത്വം. കേരളത്തിലെ 4 മണ്ഡലങ്ങളിലും ചർച്ചകളും നടന്നേക്കും. 195 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച BJP ബാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ചർച്ചകൾ തുടരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് വൈകിട്ട് ചേർന്നേക്കും. സംസ്ഥാന ഘടകങ്ങൾ നൽകിയ സാധ്യതാ പട്ടികയിൽ നിന്നാകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക. കരുതലോടെയാണ് രണ്ടാംഘട്ട സ്ഥാനാർത്ഥി ചർച്ച. സ്ഥാനാർത്ഥികളാക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്തലം, ക്രിമിനൽ കേസുകളടക്കം പരിശോധിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഒന്നാം ഘട്ട പട്ടികയിൽ നിന്ന് പവൻ സിംഗ്, ഉപേന്ദർ സിംഗ് റാവത്ത് എന്നിവർ പിന്മാറിയ സാഹചര്യത്തിലാണ് തീരുമാനം. രണ്ടാം പട്ടികയിലും പല സിറ്റിംഗ് MPമാർക്കും സീറ്റുണ്ടാകില്ല. തർക്കങ്ങളും പ്രതിസന്ധികളും പാർട്ടിയെ അലട്ടുന്നുണ്ടെന്നാണ് വിവരം. പ്രഗ്യ സിംഗ് ഠാക്കൂർ അടക്കം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ പ്രതിഷേധമറിയിച്ചിരുന്നു. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ രണ്ടാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചേക്കും. മഹാരാഷ്ട്രയിലും ബീഹാറിലും NDAയിലെ സീറ്റ് വിഭജന ചർച്ചകളും നടക്കുകയാണ്. വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ട് മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് BJP നീക്കം. റിപ്പോർട്ട് ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വടകരയിൽ TP വധക്കേസ് ചർച്ചാ വിഷയമാകില്ലെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. വികസനമടക്കമുള്ള പൊതുവായ വിഷയങ്ങളാണ് ജനങ്ങൾ ചർച്ച ചെയ്യുക. വടകരയിൽ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും KK ശൈലജ പറഞ്ഞു. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ കേരളത്തിൽ പലയിടത്തായി ഉണ്ടായിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലും വേദനാജനകമായിട്ട് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും പറയാനും ഉണ്ടെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. എന്നാൽ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നിയമസഭയിലേക്കുള്ള പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം മാത്രം ജനം ചർച്ചാ വിഷയമാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഒരു നാടിൻ്റെ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കുന്ന വികസനം, അതുപോലെ തന്നെ മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയെല്ലാമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾ അത് ചർച്ചയ്ക്കെടുക്കും. അതായത് നാടിൻ്റെ ഇന്നത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ഇന്ന് അശ്വമേധം വടകര മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. കാണാം അശ്വമേധ കാഴ്ചകൾ വടകരയിൽ നിന്ന്. വടകര പാർലമെന്റ് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള പേരാമ്പ്രയിലാണുള്ളത്. ഞാൻ നിങ്ങളുടെ അരുൺകുമാർ. നമ്മൾക്കൊപ്പം നമ്മളുടെ പ്രിയപ്പെട്ട ജാക്കിയുമുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. ഇലക്ഷൻ നല്ല ചൂടിലായിരിക്കോ? ആരാ സാധ്യത? സാധ്യത ശൈലജ ടീച്ചർക്ക് തന്നെയാണ്. ശൈലജ ടീച്ചറാണ് സാധ്യത. ആഹാ, മുരളീധരനോ ശൈലജ ടീച്ചറോ പ്രഭുലകൃഷ്ണയോ? ആണോ? ശൈലജ ടീച്ചർ ആണോ? എന്താ അവസ്ഥ? ശൈലജ ടീച്ചറാ? BJP ജയിക്കണം എന്നാണ്. BJP പ്രഭുലകൃഷ്ണൻ ജയിക്കണം എന്നാണ് ആഗ്രഹം. ഓക്കെ, മാഷായിരുന്നോ? അല്ലല്ല, പൊതുവേ ഒരു ഗൗരവം. ഇവിടെ ശൈലജ ടീച്ചർ ജയിക്കും. ശൈലജ ടീച്ചർ സാധ്യതയുണ്ട്. മുരളീധരൻ പക്ഷെ നല്ല MP ആയിരുന്നില്ലേ? സിറ്റിംഗ് MP ആയിരുന്നില്ലേ? മുരളീധരന് 2 മനസ്സിലാണല്ലോ, ഇവിടെ നിൽക്കണോ അല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെ? എന്താ സംഭവിക്കുന്നത് ഇവിടെ? പൊതുസമ്മേളനമാണോ? മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കയ്യിലാണ് എന്നതിന് ഒരു സംശയമില്ല. ഒരു അശ്വമേധം നടത്തിയാണ് ഡോക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ. അത് എപ്പോഴും ഇവിടെ വന്നു ചേർന്നു. ടീച്ചറാണ് നമ്മളെ കുറിച്ചാണ് പറയുന്നത്. നമസ്കാരം ടീച്ചറെ.
ഇറങ്ങിയോ? കുതിരപ്പുറത്ത് ഇറങ്ങി സന്തോഷം കണ്ടത്. ശരി, വളരെ സന്തോഷം. ഇതൊരു പൊതുസമ്മേളനമാണോ അതോ സ്വകാര്യ പരിപാടിയാണോ? ഞാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകൾ വന്നു ചേർന്നത്. എനിക്കത് വടകരയുടെ മനസ്സ് എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്ക് വടകര ഒരു പുതിയ സ്ഥലമല്ല. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ മേഖലയിലുള്ള ഒരുപാട് PHCകൾ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ തൂണേരിയൊക്കെ പോയിരുന്നു. അപ്പോൾ അതിപ്പോൾ ചെന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാവും. അപ്പോൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നതാണ്. ഞങ്ങളുടെ സർവേയിൽ ഒരു ഫലം പുറത്തു വന്നു. അതിൽ ടീച്ചറാണ് കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായിട്ടുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ചോയ്സ്. ഞാനതിന് മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ ഇരിക്കുന്നവരെല്ലാം എവിടെ പ്രവർത്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, ഞങ്ങൾ കൂട്ടായിട്ടാണ് തീരുമാനിക്കുന്നത്. കേട്ടില്ലേ? ഞങ്ങൾ കൂട്ടായിട്ട് ചിലപ്പോൾ പറയും പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കണം, ചിലപ്പോൾ പറയും പാർട്ടി രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആളുകൾ കുറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ. കേരളം ഒരു വനിതാ മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ല, വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആഗ്രഹിക്കുക. അത് ശൈലജ ടീച്ചർ തന്നെ ചൂണ്ടേണ്ട കാര്യമില്ല. എത്ര സ്ത്രീ അതിന് പിന്നിലെ രാഷ്ട്രീയ പ്രേക്ഷകർക്ക് മനസ്സിലായി. എന്റെ പിന്നിൽ നിൽക്കുന്ന ഇവരെയൊക്കെ നിങ്ങൾ അറിയോ? ഈ കൂട്ടത്തിൽ മുത്തും മാണിക്യം ഒക്കെ ഉണ്ട്. അവരിൽ ആർക്കും നാളെ കേരളത്തിന്റെ വനിതാ മുഖ്യമന്ത്രിയാവാം. എന്റെ പാർട്ടി എന്നോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് പാർലമെന്റ് പോയിട്ട് ശബ്ദം ഉയർത്താനാണ്. അങ്ങനെ മൊത്തത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാധ്യത എന്താ? ആണോ? അങ്ങനെ തന്നെയാണോ? പറയാൻ പറ്റിയല്ല. ആണോ? അങ്ങനെ അതങ്ങനെ പറയണം. അത് കൊള്ളാം. പറയാൻ പറ്റില്ല. മത്സരം കടുക്കും. എന്താ മുരളീധരന് കുഴപ്പം? MP കുഴപ്പമൊന്നുമില്ല, അയാൾ MP തന്നെ. ശൈലജ ടീച്ചർ തന്നെ വരും. അവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണോ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവണോ? മോദി ആവണം. എന്തുകൊണ്ട് മോദി ആവണം? വികസന നേട്ടങ്ങൾ ഒരുപാട്. വികസന നേട്ടങ്ങൾ, നമ്മുടെ ഹൈവേ, റെയിൽവേ. ഇത്തവണ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുണ്ട് തൃശ്ശൂർ. ജയിക്കാൻ സാധ്യതയുണ്ട്. തൃശ്ശൂർ ജനങ്ങൾക്ക് സുരേഷ് ഗോപി ജയിക്കില്ല. ടീച്ചറപ്പം വരും. പ്രഫുൽ കൃഷ്ണ വോട്ട് കൂടുതൽ പിടിക്കും. മത്സരം കടുത്തതായിരിക്കും. മുരളീധരനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കറക്റ്റ് അല്ലേ? അതാണ് വടകരയുടെ മനസ്സ്. നാളെ നമ്മൾ അശ്വമേധം തത്സമയം വയനാട് നിന്നുമാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുക. നമുക്ക് നാളെ വീണ്ടും വയനാട്ടിൽ നിന്നും കണ്ടുമുട്ടാം. ഇതോടെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, പ്രത്യേക ഇലക്ഷൻ ബുള്ളറ്റിൻ, മഹാഭാരത യുദ്ധം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ പൂർണ്ണമാവുകയാണ്.